although there are thousands of people seated here, the message the Lord has given me is to one person. ഇന്ന് രാത്രി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ സന്നിഹിതരായിട്ടുണ്ടെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ എനിക്ക് തന്നിട്ടുള്ള ദൂത് ഒരു വ്യക്തിയോടുള്ളതാണ്. I don't know who is that person, but here that person is seated. ആ വ്യക്തി ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ആ വ്യക്തി ഇന്നിവിടെ ഇരിപ്പുണ്ട്. It may be a servant of God. അതൊരു പക്ഷേ ഒരു കർത്തൃ ശുശ്രൂഷകനായിരിക്കാം, It may be a believer. അതൊരു വിശ്വാസിയായിരിക്കാം, It may be a backslider. ഒരു പക്ഷേ അതൊരു പിന്മാറ്റക്കാരനായിരിക്കാം, It may be a new soul. അതൊരു പുതിയ ആത്മാവും ആയിരിക്കാം, It may be a sinner. അതൊരു പാപിയായിരിക്കാം. Therefore, I arrest your attention to the word of God. ആകയാൽ ഇന്ന് രാത്രി ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. Because if you are the person, you should not miss the counsel of God. എന്തുകൊണ്ടെന്നാൽ ഈ ദൈവാലോചന നിങ്ങൾക്കുള്ളതാണെങ്കിൽ വ്യക്തിപരമായ നിലയിൽ പറയട്ടെ, അത് ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു എന്ന് പറയരുത്. God is tonight looking for someone. ഇന്ന് രാത്രി ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകാൽ നോക്കുകയാണ്. It may be a man or woman, I do not know. അതൊരു സ്ത്രീയോ പുരുഷനോ എനിക്കറിഞ്ഞുകൂടാ. But God is not looking to an educated person, no. എന്നാൽ ദൈവം അഭ്യസ്ത വിദ്യനായ ഒരു വ്യക്തിയെ നോക്കുന്നുവോ? ഇല്ല. No, God is not looking for an experienced person, no. ഒരു അനുഭവ സമ്പന്നനായ വ്യക്തിയെ ദൈവം നോക്കുന്നുവോ? ഒരിക്കലുമില്ല. Tonight God is not looking for an eloquent person. ഇന്ന് രാത്രി വാഗ്മിയായ സാമർത്ഥ്യശാലിയായ ഒരു വ്യക്തിയെ ദൈവം നോക്കുന്നില്ല. Tonight God is not looking to a person who is able. ഒരു കഴിവുള്ള പ്രാപ്തിയുള്ള വ്യക്തിയെ ദൈവം നോക്കുന്നില്ല. He is not looking for a talented person. ഒരു പ്രതിഭാശാലിയായ വ്യക്തിയെയും ദൈവം നോക്കുന്നില്ല. Listen, he is not looking for a rich person tonight. ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ധനികനായ ഒരു വ്യക്തിയെ അവൻ നോക്കുന്നില്ല. He is not looking for a healthy or strong person, no. ആരോഗ്യദൃഢഗാത്രനായ ബലശാലിയായ ഒരു വ്യക്തിയെ അവൻ നോക്കുന്നില്ല. He is not looking for a good looking person. ഒരു സുമുഖനായ വ്യക്തിയെ അവൻ നോക്കുന്നില്ല. He is not looking for a wise person. ഒരു ജ്ഞാനിയായ വ്യക്തിയെയും അവൻ നോക്കുന്നില്ല. He is not looking for a famous person either. ഒരു പ്രശസ്തനായ വ്യക്തിയെയും അവൻ നോക്കുന്നേയില്ല. Listen, God is looking for a person who is 100% dedicated to do the whole will of God. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം 100% ചെയ്യുവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അത്രേ ഇന്ന് രാത്രി ദൈവം നോക്കുന്നത്. God is looking for someone whose greatest desire is to glorify God. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ മാത്രം ഉയർത്തി കാണിക്കണമെന്നത് ജീവിതത്തിന്റെ ഏകാഭിലാഷമായിരിക്കുന്ന ഒരു വ്യക്തിയെ അത്രേ ദൈവം ഇന്ന് രാത്രി നോക്കുന്നത്. Tonight God is looking for a person who wants to be 100% pure. 100% നിർമ്മലനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആരോ ആ വ്യക്തിയെ അത്രേ ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നത്. Tonight God is looking for a person whose whole heart's desire will be to please God. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ആളിനെ അത്രേ ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നത്. Tonight God is looking somewhere, maybe in the corner, maybe somewhere in the distance of my hearing. God is looking for a person who will be filled with Calvary's love. കാൽവറി സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം ഈ മൈതാനത്തിൽ എങ്ങും പരതി നോക്കുകയാണ്. അത് ഈ ഹാളിലാകാം, ഇതിന്റെ ഒരു മൂലയിലാകാം, ഇല്ലെങ്കിൽ റോഡിലാകാം, ഇല്ലെങ്കിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഉൾപ്പെട്ട ഏതൊരു വ്യക്തിയുമാകാം. Are you hearing? God is looking for a person who is willing to become foolish for Him, weak for Him, base for Him. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുവോ? കർത്താവിന് വേണ്ടി ഭോഷനായി, ഏതുമില്ലാത്തവനായി, സകലത്തിന്റെയും ചവറായി തീരുന്ന ഒരു വ്യക്തിയെ അത്രേ കർത്താവിന് രാത്രി നോക്കുന്നത്. The Lord is serious and He is speaking to you and me. God is looking for a person who is willing to lose everything in this world for God. ഈ ലോകത്തിൽ ചെയ്യുന്നതൊക്കെയും ദൈവത്തിനു വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നതെന്ന് വളരെ ഗൗരവപൂർവ്വം അറിയിക്കട്ടെ. Dear friend, let me tell from the heart of God, Jesus is not looking what you are or what you were.
He is looking what He can make of you with His sovereign grace. അതെ പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഉറ്റുനോക്കുന്നത് നിങ്ങൾ ആരായിരുന്നു എന്നതിനപേക്ഷിച്ചല്ല, ഇപ്പോൾ ആരായിരിക്കുന്നു എന്നതുമല്ല, തന്റെ മഹാത്മ്യമേറിയ കൃപയാൽ നിങ്ങളെ ആരാക്കി തീർക്കുവാൻ കഴിയും എന്ന് കരുതി മാത്രമാണ് അവൻ നിങ്ങളെ നോക്കുന്നത്. Hallelujah! Hallelujah! I hope your heart is not called to the counsel of God. അതെ, ദൈവത്തിന്റെ ആലോചനയ്ക്കായി നിങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. If tonight, if you surrender wholly to the will of God, and He is not going to look to your past failures or successes. ഇന്ന് രാത്രി ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം ചെയ്യുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഏൽപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം അത് ജയമോ തോൽവിയോ എന്നത് അവൻ നോക്കുന്നില്ല. Dear friend, He is looking what He can make of you as you surrender to Him. അതെ, നീ തന്റെ കരത്തിൽ നിന്നെ എത്രത്തോളം ഏൽപ്പിക്കുമോ അതിനൊത്തവണ്ണം നിന്നെ ആരാക്കി തീർക്കാം എന്നതത്രേ അവൻ നിന്നെ നോക്കുന്നത്. I want you to hear this. It is not what we are that matters to God. അതെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന നാം ആരായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. It is what we can be with God in the center of our life. അതേ, നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ നമുക്ക് ദൈവവുമായിട്ട് എങ്ങനെ ആയിരിക്കാൻ കഴിയും എന്നതത്രേ. It may be tonight the Holy Spirit may be challenging you, and you may be the man that God is speaking to. അതെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു വെല്ലുവിളി എന്ന വണ്ണം നിന്നോട് ആജ്ഞാപിക്കുന്നു. ദൈവം അന്വേഷിക്കുന്ന വ്യക്തി നീ ആയിരിക്കാം. Tonight the Spirit of God is arresting your will, your plan, your desires, your future, and is bringing to the prison of God's love and lock you there with the promises of God. അതെ, ഇന്ന് രാത്രി ദൈവം നിന്റെ സ്വന്തം പ്ലാൻ, സ്വന്തം പദ്ധതി, സ്വന്തം ആഗ്രഹം, സ്വന്തം വഴികൾ എല്ലാവற்றைയും പിടിച്ചെടുത്തിട്ട് നിന്നെ കാൽവറി സ്നേഹത്തിന്റെ തടവറയ്ക്കുള്ളിലാക്കിക്കൊണ്ട് അവന്റെ ഇഷ്ടത്തിനൊത്തൊരു വ്യക്തിയാക്കി മാറ്റുവാൻ അവൻ ആഗ്രഹിക്കുന്നു. The Lord wants you to be a prisoner of Jesus Christ. യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നെ ഒരു ബദ്ധനാക്കുവാൻ, തടവിലാക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. You cannot step out of the will of God. ദൈവ ഇഷ്ടത്തിൽ നിന്ന് നിനക്ക് ഒരു ചുവട് പുറത്തു വയ്ക്കാവതല്ല. Jesus loves you so much, therefore He is tonight arresting you with His love. അത് കർത്താവ് നിന്നെ അധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവന്റെ സ്നേഹത്താൽ ഇന്ന് രാത്രി നിന്നെ പിടിച്ചെടുക്കുകയാണ്. You cannot go anywhere because the love of God is constraining you. ദൈവത്തിന്റെ സ്നേഹം നിന്നെ ആത്മകൊണ്ട് നിർബന്ധിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഇവിടം വിട്ട് മറ്റൊരിടത്തേക്കും പോകുവാൻ കഴിയുന്നതല്ല. Let us turn to the Word of God. രാത്രി നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. He is looking for a person. ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ നോക്കുകയാണ്. You may be that person. നീ തന്നെ ആയിരിക്കാം ആ വ്യക്തി. Don't miss the call of God. ആകയാൽ ദൈവത്തിന്റെ വിളി നീ നഷ്ടമാക്കരുത്. Don't miss the counsel of God. ദൈവത്തിന്റെ ആലോചന നഷ്ടമാക്കരുത്. He is seeking for a person. അവൻ ഒരു വ്യക്തിക്ക് വേണ്ടി നോക്കുന്നു. That is what in Ezekiel chapter 22 verse 33 യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 36-ാം വാക്യം. 30th verse. 30-ാം വാക്യം, 22-30. എന്റെ മുൻപാകെ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. And I sought for a man among them that should make up the hedge and stand in the gap before me for the land, that I should not destroy it, but I found none. I sought for a man among them. അവരുടെ ഇടയിൽ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. The word of God says, I sought for one person. ദൈവവചനം അരുളി ചെയ്യുന്നതെന്താ? ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി അന്വേഷിച്ചു. Not for a talented, clever, wealthy, wise, eloquent person. ഒരു സാമർത്ഥ്യശാലിയായ, പ്രതിഭാശാലിയായ, ജ്ഞാനിയായ, സമ്പന്നനായ, ആരോഗ്യദൃഢഗാത്രനായ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. I sought for a man ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചു. to make up the head and stand in the gap before me.
എനിക്ക് മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. Tonight, dear child of God, does that word of God shake your heart for God? അതേ പ്രിയ ദൈവവൈതലേ, ഇന്ന് രാത്രി ഈ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ഈ ദൈവവചനത്തിന് നിന്റെ ഹൃദയത്തെ കുലുക്കുവാൻ, പിടിച്ചിളക്കുവാൻ സാധിക്കുമോ? I sought for a man, but I found none. ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാൻ. You may be seeking for money. ഒരുപക്ഷെ നിങ്ങൾ പണം അന്വേഷിക്കുന്ന വ്യക്തിയായിരിക്കാം. There was a man called Saul, the first king of Israel. He was seeking for donkey. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗൽ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കഴുതകളെ അന്വേഷിച്ചു പോയവനാണ്. Are you a Saul? നിങ്ങൾ ഒരു ശൗലോ? The vanities of the world, don't seeking for. ഈ ലോകത്തിന്റെ മായയായ ഒഴിഞ്ഞു പോകുന്നതായ കഴുതയെ അന്വേഷിച്ചാണോ ഇന്ന് നീ നടക്കുന്നത്? But God is concerned about you, Saul. He wants to make you the king of Israel. എന്നാൽ ശൗലിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. മുഴുവൻ ഇസ്രായേലിനും അവനെ രാജാവാക്കി വെക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. Forget about the donkeys and attend to the call of God. അതെ, ഈ കഴുതകളെ മറന്ന് ദൈവത്തിന്റെ വിളിയെ ശ്രദ്ധിക്കൂ. You are worried about money, materials, marriage and job, health and wealth and all those things. They are donkeys. Stop seeking for them. നീ ഒരുപക്ഷെ പണത്തിനു വേണ്ടി, ഉദ്യോഗത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഒരു വിവാഹ ജീവിതത്തിനു വേണ്ടിയൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരിക്കാം. ഇവയൊക്കെ കഴുതകളാണ്. ഈ കഴുതയെക്കുറിച്ചുള്ള അന്വേഷണം മതിയാക്കൂ. God has got a great plan for you. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. He wants to be the king of Israel. നീ അവൻ ഇസ്രായേലിന്റെ രാജാവായിരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. God wants to rule over sin and Satan and sickness and all the hosts of this world. അതെ, ഈ ലോകത്തിലെ പാപം, ശാപം, രോഗം, സാത്താൻ, സകല ലൗകിക ശത്രുക്കളുടെയും മീതെ നീ വാഴണം. അതത്രേ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God is seeking one man tonight. ഇന്ന് രാത്രി ദൈവം ഒരു പുരുഷനെ നോക്കുന്നു. Come on, perhaps you may be that person. അതെ, ശ്രദ്ധിക്കൂ, നീ തന്നെ ആയിരിക്കാം ആ വ്യക്തി. Tonight, if the word of God is coming to you, remember, it is a two-edged sword. അതേ പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ നേരെ തന്നെയാണ് ഈ ദൈവത്തിന്റെ ആലോചന വരുന്നത്. അത് ഇരുവായ്ത്തലയുള്ള വാളത്രേ. It can cut you, it can cut others. അത് നിങ്ങളെ ഭേദിക്കുവാനും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനും മതിയായതാകുന്നു. But when a sword is offered to you, എന്നാൽ a sword, വാൾ നിനക്ക് തന്നു കഴിഞ്ഞാൽ the best thing to do is to hold it by the handle. നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ലതൊന്ന് അതിന്റെ പിടിയിൽ മുറുകെ പിടിക്കുക. If you hold anywhere else, you will be cut. ആ വാളിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് പിടിക്കുവാൻ ശ്രമിച്ചാൽ നിനക്ക് തന്നെ മുറിവേൽക്കും. Take the word of God tonight in the right spirit, a child of God, and don't rebel against it. ആകയാൽ പ്രിയ ദൈവവൈതലേ, ദൈവത്തിന്റെ വചനം എടുക്കേണ്ടുന്ന രീതിയിൽ തന്നെ ഇന്ന് രാത്രി എടുത്തുകൊള്ളുക. ഈ ദൈവാലോചനയോട് നീ മറുത്തു നിൽക്കരുത്. The sword, the word of God comes to you. Will you take it by the handle? It will be useful to you. അതെ, ദൈവത്തിന്റെ ആലോചനയാകുന്ന വാള ഇന്ന് രാത്രി നിന്റെ നേരെ വരുന്നു. നിനക്കത് ഉപയുക്തമാകും വിധം അതിന്റെ പിടിയിൽ തന്നെ പിടിച്ച് നീ എടുക്കുമോ? Remember, God has got a plan for you. ഓർക്കുക, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. Devil also got a plan for you. പിശാചിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. You may have your own plans also. നിനക്ക് നിന്നെക്കുറിച്ച് തന്നെ സ്വന്തം പദ്ധതികളും ഉണ്ടായിരിക്കാം. Tonight, God has got a glorious plan for you. ഇന്ന് രാത്രി മഹത്തരമായ തേജസ്സേറിയൊരു പദ്ധതി നിന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട്. Your calling is not to seek after the donkey. അതെ, കഴുതകളെ അന്വേഷിച്ചു പോകുവാനല്ല നീ വിളിക്കപ്പെട്ടത്. Your calling is not worry about money and materials and car and house and marriage and children's education. No, God will take care of all those things. അതെ, പണത്തിനു വേണ്ടി, കാറുകൾക്ക് വേണ്ടി, കെട്ടിടങ്ങൾക്ക് വേണ്ടി, ഉദ്യോഗത്തിന് വേണ്ടി, സാമ്പത്തിക ചുറ്റുപാടുകൾക്ക് വേണ്ടി, ലോകസുഖങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം അവയൊക്കെയും നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. Today, stop seeking donkeys, dear friends. പ്രിയ സ്നേഹിതരെ,
കഴുതകളെ അന്വേഷിച്ചുള്ള പുറപ്പാട് ഇന്ന് രാത്രി മതിയാക്കൂ. That is not your calling. അതല്ല നിന്റെ വിളി. God has got a grand plan for you. അതേ, നിന്നെക്കുറിച്ച് ദൈവത്തിന് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. God has got a great plan for you. നിന്നെക്കുറിച്ച് ദൈവത്തിന് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. You may be a child or a youth or an old person, it doesn't matter. നീ ഒരു പ്രായം കുറഞ്ഞ വ്യക്തിയോ യൗവനക്കാരനോ വയോധികനോ വാർദ്ധക്യം ചെന്ന വ്യക്തിയോ ആയിരിക്കാം, അത് പ്രശ്നമല്ല. Moses' real calling came when he was 80 years old. മോശ 80 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ദൈവത്തിന്റെ വിളി യഥാർത്ഥത്തിൽ അവന്റെ നേരെ വന്നത്. Psalm 106 verse 23, what does it say? 106 സങ്കീർത്തനം 23 വാക്യത്തിൽ എന്ന് പറയുന്നു, Therefore he said that he would destroy them, had not Moses' chosen stood before him in the breach to turn away his wrath, lest he should destroy them. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളിച്ചെയ്തു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. Oh, had not Moses, his chosen, stood before him in the breach, they would have been destroyed. അവന്റെ വൃതനായ മോശ ഇടിവിൽ അഥവാ പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. Moses, the chosen one of God. മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വൃതൻ. How you can become the chosen one of God? എങ്ങനെ നിങ്ങൾക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരാം? In another place we read Moses choosing rather to suffer affliction with the people of God than to enjoy the pleasures of sin for a season. വേറൊരു വിധത്തിൽ പറയുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ നല്ലതെന്ന് കണ്ട് തിരഞ്ഞെടുത്തു. Moses was in the palace of the Egyptian empire. He left his position, his rank, his glory, honor, and came down to the slaves of Israelites to suffer with them. അതേ, മോശ മിസ്രയീമ്യ സാമ്രാജ്യത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു. അവിടെ തനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ, പദവികൾ, പുകഴ്ചകൾ, അവിടെ ലഭിക്കാമായിരുന്ന ഉയർന്ന ഭാവി, ഇവയൊക്കെയും വിട്ടവൻ താണിറങ്ങി അടിമകളോടുകൂടെ അഥവാ കഷ്ടമനുഭവിക്കുന്നവരോടുകൂടെ കഷ്ടമനുഭവിപ്പാൻ തക്കവണ്ണം ഒരു ദാസനായി തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നു. Is there any Moses seated here? ഇന്ന് രാത്രി ഇവിടെ ഏതെങ്കിലും മോശ ഇരിപ്പുണ്ടോ? Moses rather choosing to suffer affliction with the people of God, esteeming the reproach of Christ greater riches than treasures in Egypt. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്ത അവൻ ക്രിസ്തുവിന്റെ നിന്നയെ മിസ്രയീമിലെ വലിയ മിസ്രയീമിന്റെ നിക്ഷേപത്തെക്കാൾ വലിയ ധനം എന്ന് കണ്ടു. Don't be a fool. You may be planning to make a marble mansion for yourself. നിനക്ക് വേണ്ടി മാർബിൾ കൊണ്ടൊരു രമ്യധർമ്മിതമായ മാളിക ഉയർത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി നീ കരുതി വെറും ഭോഷനായി തീരരുത്. Don't be a fool. You want to have 10 million rupees in your bank. ബാങ്കിൽ 10 ദശലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ട് ആ നിലയിൽ നീ ഭോഷനായി തീരരുത്. Don't be a fool. You want most expensive cars and live in laxity and luxury. ഏറ്റവും വില ഉയർന്ന വളരെ ചിലവുള്ള കാറുകൾ സമ്പാദിച്ച ലോകത്തിൽ ഏറ്റവും സുഖലോലുപതയിൽ ആഡംബരത്തിൽ ജീവിച്ച ആ നിലയിൽ നീ ഭോഷനായി പോകരുത്. Moses chose to suffer with the people by the pleasures and esteeming the riches of Christ esteeming the reproach of Christ greater riches than the great treasures in Egypt. മോശ പാപത്തിന്റെ താൽക്കാലികമായ ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല, മിസ്രയീമിന്റെ വലിയ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനം എന്നവൻ തിരഞ്ഞെടുത്തു. Tonight, is there any Moses? ഇന്ന് രാത്രി ഇവിടെ ഏതെങ്കിലും മോശ ഇരിപ്പുണ്ടോ? Willing to forsake the pleasures of this world and to embrace the sufferings for Christ, to stand in the gap for Christ. അതെ, ലോകത്തിന്റെ താൽക്കാലിക ഭാവസന്തോഷങ്ങളെ വിട്ട ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കെട്ടിപ്പുണരപ്പെട്ടവനായി
ഇടിവിൽ നിൽക്കുവാൻ, പിളർപ്പിൽ നിൽക്കുവാൻ താല്പര്യപ്പെടുന്ന തീരുമാനിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? Remember when you die and the people around you, your dear ones, will tie around you, a tape around your mouth and put some cotton in your nose and close your eyes. Remember, what you have done for Christ only will go with you. അതെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, നീ മരിച്ച നിന്നെ ഒരു ശവപ്പെട്ടിയിൽ വെച്ച് നിന്റെ കൈകാലുകൾ ബന്ധിച്ച നിന്റെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടക്കെട്ടും കെട്ടി നിന്റെ മൂക്കിൽ പഞ്ഞിയും വെച്ച് എല്ലാവരും ചുറ്റും നിന്ന് വിലപിക്കുന്ന ഒരു രംഗം നിന്റെ ജീവിതത്തിൽ വരും. അതിനു മുമ്പായി നീ ചിന്തിക്കൂ, ഈ ആയുസ്സിൽ ക്രിസ്തുവിന് വേണ്ടി നീ എന്ത് ചെയ്തു? Does the Spirit of God move in your heart? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ പരിവർത്തിക്കുന്നുണ്ടോ? Does the sword of the Spirit pierce into your heart? നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ വാൾ കുത്തിത്തുളച്ച് കടന്നു ചെല്ലുന്നുണ്ടോ? Tonight, the love of God is calling you. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹം നിന്നെ വിളിക്കുന്നു. Tonight, the grace of God is reaching out towards you. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നിനക്ക് സമീപേ വരുന്നു. What are you doing for Jesus? യേശുവിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു? Where are you going tonight? ഇന്ന് രാത്രി നീ എവിടേക്ക് പോകുന്നു? What are your priorities, dear child of God? ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ നീ മുൻഗണന കൊടുത്തിരിക്കുന്നത് ഏതിനാ? Christ wants to be in the center of your life. നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രഭാഗത്ത് ക്രിസ്തു ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. He cannot be anywhere else. അവന് നിന്റെ ജീവിതത്തിൽ മറ്റൊരിടത്തും ഇരിക്കാത്തതല്ല. Even when Jesus was crucified, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടപ്പോഴും he was in the center of those 3 crosses. ആ 3 ക്രൂശുകളിൽ നടുവിലത്തെ ക്രൂശിലായിരുന്നു അവൻ ക്രൂശിക്കപ്പെട്ടത്. You cannot have Christ in the side of your life. He will never be there. ആകയാൽ നിന്റെ ജീവിതത്തിന്റെ വശങ്ങളിൽ യേശുവിനെ നിനക്ക് കൊടുക്കാവതല്ല. അവൻ അവിടെ വസിക്കുന്നവനല്ല. Jesus this night is looking for a man. ഇന്ന് രാത്രി യേശു ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. If you will hear his voice, harden not your heart. ഇന്ന് രാത്രി നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്. Listen, I am not here to stand to preach, come and join the TPM. I am not standing to preach that. ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും TPM സഭയോട് ചേരണം എന്ന് പറയുവാനല്ല, അത് പ്രസംഗിപ്പാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. I don't guarantee all those who are in the TPM will be raptured. I cannot guarantee that. കർത്താവായ യേശുവിന്റെ വരവിങ്കൽ TPM വിശ്വാസികൾ എല്ലാവരും അഥവാ TPMിലുള്ളവരെല്ലാവരും ഉൽപ്രാവണം പ്രാപിക്കും, എടുത്തുകൊള്ളപ്പെടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും പറയുവാനില്ല. Tonight the Lord is looking for a person who is willing to surrender 100% to the will of God. എന്നാൽ ഇന്ന് രാത്രി 100% ദൈവഹിതത്തിനായി സമർപ്പണം ചെയ്തൊരു വ്യക്തിയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. In Isaiah 59:16, what do we read? 59:16 അവിടെ നാം കാണുന്നതുണ്ട്. ആരുമില്ലെന്നവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല, ഇയാൾ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവനെ രക്ഷവരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. And he saw that there was no man and wondered that there was no intercessor. Therefore his arm brought salvation unto him, and his righteousness it sustained him. You cannot find a Bible verse like that anywhere else in the whole Bible. മുഴുവേദ പുസ്തകവും പരതി നോക്കിയാൽ ഇതുപോലൊരു വാക്യം മറ്റൊരിടത്തും കാണാനില്ല. Here it says, the Almighty God was surprised. ഇവിടെ നാം വായിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെ അത്ഭുതപ്പെടുന്നു. You know, you and I will be surprised to see something that is very common. നിങ്ങളും ഞാനും ഏതെങ്കിലും ഒരു കാര്യം കണ്ട് ആശ്ചര്യപ്പെടുക എന്ന് പറയുന്നത് സാധാരണ സംഗതിയാണ്. But the Almighty God who created heaven and earth and the universe, Bible says, He wondered. So that must be a great wonder or surprise. എന്നാൽ ഇവിടെ നാം കാണുന്നത് ആകാശത്തെയും ഭൂമിയെയും ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം, ആ സർവശക്തനായ ദൈവം തന്നെ ആശ്ചര്യപ്പെടുന്നു. If God is surprised,
there must be something serious about it, isn't it? ദൈവം ആശ്ചര്യപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ അതിൽ ഏതോ ഗൗരവമായൊരു സംഗതി ഉണ്ട്, അങ്ങനെയല്ലേ? Here, why God was wondering, why God was surprised? ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ആശ്ചര്യപ്പെട്ടത്? There was no one to intercede. പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ല. Intercession is not prayer. പക്ഷവാദം എന്നത് പ്രാർത്ഥനയല്ല. Intercession is not supplication. പക്ഷവാദം എന്നത് യാചനയല്ല. Intercession is not praising. പക്ഷവാദം എന്നത് സ്തോത്രമല്ല. What is intercession? എന്താണ് പക്ഷവാദം? Intercession means you take suppose Tangachan is in a wheelchair. ഉദാഹരണത്തിന് പക്ഷവാദം എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ തങ്കച്ചൻ ഒരു വീൽ ചെയറിലാണെന്നിരിക്കട്ടെ. Supplication means, Lord, he is suffering so much, please help him. That is a supplication. യാചന എന്ന് പറയുന്നത് കർത്താവേ, ഇവൻ വളരെ നാളുകളായി ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ, അവനോട് കരുണ തോന്നണമേ എന്ന്, അതാണ് യാചന. But intercession is not that. എന്നാൽ പക്ഷവാദം അതല്ല. Intercession means, as Tangachan is in the wheelchair, in my spirit I feel I am in a wheelchair. പക്ഷവാദം എന്ന് പറഞ്ഞാൽ തങ്കച്ചൻ ഒരു വീൽ ചെയറിലായിരിക്കുന്നത് പോലെ തന്നെ എന്റെ അന്തരാത്മാവിൽ ഞാനും ഒരു വീൽ ചെയറിലാണെന്നുള്ള അനുഭൂതി എനിക്കുണ്ടാകണം. I identify myself with the pain and the suffering as if I am in a wheelchair. ഞാനൊരു വീൽ ചെയറിൽ ഇരിക്കുന്നു എന്നതിനൊത്തവണ്ണം ആ വേദനയും കഷ്ടപ്പാടുകളും എനിക്ക് വെളിപ്പെടുത്തുവാൻ കഴിയണം. Then I pour out my life in prayer for the Tangachan. അപ്പോൾ ഞാൻ തങ്കച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ എന്റെ ജീവൻ തന്നെ അർപ്പിക്കും. That is what intercession. അതാകുന്നു പക്ഷവാദം. We all may pray like this. നാം എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. Lord, that brother is suffering with sickness. കർത്താവേ, ആ സഹോദരൻ രോഗത്താൽ കഷ്ടപ്പെടുന്നു, Please help him and heal him. ദയവായി അവനെ സഹായിക്കണമേ, സൗഖ്യമാക്കണമേ. I agree, it is a good prayer. അതെ, അതൊരു നല്ല പ്രാർത്ഥനയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. But Bible says God was surprised. തിരുവഴുത്ത് പറയുന്നു, ദൈവം ആശ്ചര്യപ്പെട്ടു. It doesn't say because there was no one to pray. പ്രാർത്ഥിപ്പാൻ അവിടെ ആരുമില്ലായികയാൽ ആശ്ചര്യപ്പെട്ടു എന്നല്ല It പറയുന്നത്. doesn't say because there was no one to sing. There was no one to sing. പക്ഷപാടുകൾ പറയുമ്പോൾ അവിടെ പാട്ടുപാടുവാൻ ആരുമില്ലെന്ന് കണ്ടല്ല യഹോവ ആശ്ചര്യപ്പെട്ടത്. God was not surprised because there was no one to preach. അവിടെ പ്രസംഗിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതി അല്ല ദൈവം ആശ്ചര്യപ്പെട്ടത്. We have, thank God, enough preachers and singers and prayer warriors. That's very good. നമുക്ക് വളരെ നല്ല പാട്ടുകാർ, പ്രസംഗകർ, പ്രാർത്ഥനാ വീരന്മാരൊക്കെ ഉണ്ട്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, അത് നല്ലത് തന്നെ. But tonight the Lord is looking for an intercessor. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നത് പക്ഷവാദം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അത്രേ. A person who can identify himself with the problem or sickness of that person and to pour out heart in prayer. That is intercession. അടുത്തൊരു വ്യക്തിയുടെ വേദനകളും യാതനകളും രോഗങ്ങളും തന്റെ സ്വന്തം ജീവിതത്തിൽ അതുപോലെ എടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ആ വ്യക്തിക്ക് വേണ്ടി ജീവനെ ഊറ്റുവാൻ കഴിയുന്ന ഒരു വ്യക്തി ആരോ, അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഒരാളെയാണ് കർത്താവിന് നോക്കുന്നത്. Tonight the Lord is challenging you. ഇന്ന് രാത്രി ദൈവം നിന്നെ വെല്ലുവിളിക്കുന്നു. Stop your cold-hearted prayer. നിന്റെ തണുത്ത ഹൃദയത്തിലുള്ള പ്രാർത്ഥന മതിയാക്കൂ. Stop your prayer with yawnings. അതേ, നിന്റെ വിലാപങ്ങളോടുകൂടിയ പ്രാർത്ഥന മതിയാക്കൂ. ഗൗരവമായിട്ടുള്ള പ്രാർത്ഥന മതിയാക്കൂ. The Lord wants to be an intercessor. നീ ഒരു പക്ഷപാതക്കാരനാകണം, അതത്രേ അവൻ ആഗ്രഹിക്കുന്നത്. Look at the intercession of Jesus. യേശുവിന്റെ പക്ഷവാദത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. Isaiah 53 verse 12. യെശയ്യാ 53:12 വാക്യം. Therefore will I divide him a portion with the great, and he shall divide the spoil with the strong, because he hath poured out his soul unto death, and he was numbered with the transgressors, and he bare the sin of many, and made
intercession for the transgressors. Because he had poured out his soul unto death. അവന്റെ പ്രാണനെ മരണത്തിന് ഒഴുകിക്കളഞ്ഞു. And he was numbered, identified with the transgressors. അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. And he bare their sins. അവൻ അവരുടെ പാപം വഹിച്ചു. And made intercession for those transgressors. ആ അതിക്രമക്കാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. By the way, do you know who are those transgressors? ഇടയ്ക്ക് പറയട്ടെ, ഈ അതിക്രമക്കാരാരും നിങ്ങൾക്കറിയാമോ? The ones who crucified him. തന്നെ ക്രൂശിച്ച വ്യക്തികൾ. The ones who spat upon him. അവന്റെ മുഖത്ത് തുപ്പിയ വ്യക്തികൾ. The ones who pierced his heart and body. അവന്റെ ശരീരത്തെയും ഹൃദയത്തെയും കുത്തിത്തുളച്ചവർ. The ones who took the skirt and whipped and whipped and whipped for them. ചമ്മട്ടിയെടുത്ത അവന്റെ മുതുകിൽ പലവട്ടം അടിച്ചവർ. Tonight, is there one intercessor here? ഇന്ന് രാത്രി ഇവിടെ അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടോ? You may be praying for your friends, that's good. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അത് നല്ലത് തന്നെ. But tonight the Lord is asking you, എന്നാൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, answer to this question. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുക്കണം. Are you willing to pour out your heart in prayer for your worst enemies? നിന്റെ ഏറ്റവും മോശപ്പെട്ട ശത്രുവിന് വേണ്ടി പ്രാർത്ഥനയിൽ നിന്റെ ഹൃദയത്തെ അഥവാ ജീവനെ ഒഴുക്കുവാൻ നീ തയ്യാറാണോ? Is there one intercessor tonight here? ഇന്ന് രാത്രി അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ? Is there one intercessor tonight here? The Lord is looking. ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നു, അപ്രകാരം പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ? Would you like to be an intercessor like Jesus? യേശുവിനെ പോലെ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയാകുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? You are pouring out your heart for your family, your friends, for the servants of God. That's all very good. നിന്റെ ഹൃദയം നീ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സ്നേഹിതർക്ക് വേണ്ടി, കർത്താവിന്റെ വേലക്കാർക്ക് വേണ്ടി എല്ലാം ഒഴുക്കുന്നുണ്ട്, അത് നല്ലത് തന്നെ. But you are not an intercessor. എന്നാൽ അതുകൊണ്ട് നീ ഒരു പക്ഷപാതം ചെയ്യുന്ന വ്യക്തിയല്ല. If you identify yourself with the transgressors, നീ നിന്നെ തന്നെ അതിക്രമക്കാരോടുകൂടെ എണ്ണിക്കൊണ്ട്, and if you are able to pour out your soul in intercession prayer, you are an intercessor. പക്ഷപാതം ചെയ്യുന്ന പ്രാർത്ഥനയിൽ നിന്റെ ജീവനെ തന്നെ ഒഴുക്കിക്കളവാൻ നീ തയ്യാറാണെങ്കിൽ നീ എത്രേ പക്ഷപാതം ചെയ്യുന്ന ആ വ്യക്തി. Tonight the Lord is speaking. ഇന്ന് രാത്രി കർത്താവ് സംസാരിക്കുന്നു. Mene tekel ufasin. മെനെ തെക്കേൽ ഊഫർസീൻ. I have weighed you in the balances and found you wanting. ഞാൻ നിന്നെ ത്രാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. You have not been interceding. You have not been pouring out your heart in prayer for your worst enemy's blessing. അതേ, നിന്റെ ഏറ്റവും മോശപ്പെട്ട ശത്രുവിനെ അനുഗ്രഹിക്കേണ്ടതിനായി ഇതുവരെ നിന്റെ ജീവനെ നീ പ്രാർത്ഥനയിൽ പക്ഷപാതത്തിൽ ഒഴുക്കിയിട്ടില്ല. I remember one of our believers. നമ്മുടെ വിശ്വാസികളിൽ ഒരാളെ ഞാൻ ഓർക്കുന്നു. He had a shoe shop. തനിക്കൊരു ഷൂ കടയുണ്ടായിരുന്നു. He felt sorry for an orphan boy who lost his father and mother. തന്റെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയ അനാഥനായ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ബാലനെക്കുറിച്ച് ഈ വ്യക്തിക്ക് വലിയ സഹതാപം തോന്നി. He took him to the shop and trained him well in shoe trade. ഷൂ വ്യവസായത്തിൽ അവനെ നല്ല സമർത്ഥനാക്കത്തക്ക വിധം അവനെ ഈ കടയിൽ കൊണ്ടുവന്ന് അവന് പരിശീലനം കൊടുത്തു. When he became a young man, when he got money and status, അവൻ ഒരു വളർന്നൊരു യൗവനക്കാരനായി, അവന് പണവും ഒരു ഉറച്ച നിലപാടും ആയപ്പോൾ one fine morning he opened another shoe shop just in front of his master's shop. തന്റെ യജമാനൻ തന്നെ ഈ വിദ്യ പഠിപ്പിച്ച വ്യക്തിയുടെ കടയുടെ നേരെ മുമ്പിൽ തന്നെ അവൻ ഒരു സുപ്രഭാതത്തിൽ ഒരു കട തുറന്നു, ഒരു ഷൂ കട തുറന്നു. That night the master, he went, our believer, he went home and in the time of family prayer. ആ രാത്രിയിൽ നമ്മുടെ സഹോദരനായ ആ യജമാനൻ തന്റെ വീട്ടിൽ ചെന്ന തന്റെ കുടുംബ പ്രാർത്ഥനയിൽ the first thing that he told,
let us pray for the young man's business. He also has a family to look after. Let us pray that God may bless his business. തന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ താൻ ആദ്യമായി പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ അവൻ തുടങ്ങിയ ബിസിനസ് ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവനും ഒരു കുടുംബത്തെ പുലർത്തേണ്ടവനാണല്ലോ. Tonight, is there an intercessor? ഇന്ന് രാത്രി അപ്രകാരം ഒരു പക്ഷപാതക്കാരൻ ഇവിടെയുണ്ടോ? Generally, what do the children of God say? പൊതുവെ ദൈവമക്കൾ എന്താണ് പറയുക? He is so ungrateful. This young man is so ungrateful. അവൻ തികച്ചും നന്ദികെട്ടവനായി പോയല്ലോ. When he was an orphan boy, I took him in the shop and taught him all the business. അവനൊരു അനാഥ ബാലനായിരിക്കെ ഞാൻ അവനെ കടയിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ബിസിനസ്സുകളെല്ലാം പഠിപ്പിച്ചവന് പരിശീലനം കൊടുത്തു. Now he opened a shop in front of my shop and it is like piercing with a knife on my back. ഇപ്പോൾ അവനെ എന്റെ കടയുടെ നേരെ മുമ്പിൽ തന്നെ ഒരു കട തുടങ്ങിയിരിക്കുന്നല്ലോ. ഇതാ ഒരു കത്തി കൊണ്ട് എന്നെ കുത്തും പോലെയല്ലേ. God, teach him a lesson. ദൈവമേ, അവനെ ഒരു പാഠം പഠിപ്പിക്കണമേ. Is that your spirit and attitude? അതായിരിക്കുമോ നിങ്ങളുടെ ആത്മാവിന്റെ നിലപാട്? Tonight the Lord is asking, is there anybody who want to be an intercessor? ഇന്ന് രാത്രി ദൈവാത്മാവ് വീണ്ടും ചോദിക്കുന്നു, പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാൻ ഇവിടെ ആരെങ്കിലുമുണ്ടോ? Maybe tonight, as we read in the Word of God, perhaps I may read it like this. Isaiah 59:16 I will read. And God saw that there was no man in Kottarakara and wondered that there was no intercessor in Kottarakara. ഈ യെശയ്യാ 59:10-16 ഇപ്രകാരം ഞാൻ വായിക്കുകയാണ്. കൊട്ടാരക്കരയിൽ ആരുമില്ലെന്നവൻ കണ്ട പക്ഷപാതം ചെയ്യുവാൻ കൊട്ടാരക്കരയിൽ ആരുമില്ലായികയാൽ ആശ്ചര്യപ്പെട്ടു. Is that true? അത് സത്യമാണോ? Is that true? അത് സത്യമാണോ? Tonight, will you obey God? You call yourself to be a Christian and you keep anger and hatred and irritation against your enemies. You cannot be a true Christian. നീ ഒരു ക്രൈസ്തവനല്ല സ്വയം അഭിമാനിച്ചുകൊണ്ട് ഹൃദയത്തിൽ കയ്പും പകയും വെറുപ്പും വിദ്വേഷവും കരുതിക്കൊണ്ടിരുന്നാൽ നീ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയല്ല. Why your neighbors are not saved? എന്തുകൊണ്ട് നിന്റെ അയൽക്കാർ രക്ഷിക്കപ്പെടുന്നില്ല? Oh, they are very bad people, isn't it? അവരൊക്കെ വളരെ മോശക്കാരാണ്. അങ്ങനെയാണോ? No. ഇല്ല. It's your state of spiritual life. അത് നിന്റെ ആത്മീക ജീവിതത്തിന്റെ നിലവാരമാണ്. In Africa, we had a Christian, a child of God, a believer. Not our believer, but ആഫ്രിക്കയിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു വിശ്വാസി, ഒരു ദൈവപൈതലുണ്ടായിരുന്നു. he lived in a small, thatched, round hut. താനൊരു ചെറിയ ഓലമേഞ്ഞ കൊച്ചു കുടിലിലാണ് പാർത്തിരുന്നത്. Next door, a witch doctor was living in another hut. തൊട്ടടുത്ത പുരയിടത്തിൽ തന്നെ ഒരു മന്ത്രവാദിയും മറ്റൊരു കുടിലിൽ താമസിച്ചിരുന്നു. This doctor tried his level best with his witchcraft to kill the Christian, but no power of witchcraft could affect the Christian. ഈ ക്രിസ്തീയ സഹോദരനെ കൊല്ലുവാൻ വേണ്ടി ആ മന്ത്രവാദി തന്റെ മന്ത്രവാദത്താൽ കഴിയുന്ന വിദ്യകളെല്ലാം നോക്കി. പക്ഷേ ഒരു ശക്തിക്കും ഈ വിശ്വാസി സഹോദരനെ തൊടുവാൻ കഴിഞ്ഞില്ല. Finally, being frustrated, he set fire to the Christian's hut. ഒടുവിൽ എല്ലാം പരാജയപ്പെട്ട നിലയിൽ ആ ക്രിസ്ത്യാനിയുടെ കുടിലിന് തീ വെക്കുവാൻ തീരുമാനിച്ചു. He set fire to the hut. ആ കുടിലിന് തീ വെച്ചു. But thank God, the Christian was alert. He put out the fire. എന്നാൽ ഈ ക്രിസ്ത്യാനി പുറപ്പെട്ട് തന്റെ കുടിലിന്റെ തീ അണച്ചു. അതിനാൽ ദൈവത്തെ വാഴ്ത്തു. Second time again, the witchcraft man set fire, and again the Christian put out the fire. രണ്ടാം പ്രാവശ്യവും ഈ മന്ത്രവാദി ഈ ക്രിസ്ത്യാനിയുടെ കുടിലിന് തീ വെച്ചു. എങ്കിലും ആ സഹോദരൻ പെട്ടെന്ന് തീ അണച്ചു. And third time, the witchcraft man did set fire to the house of the Christian. മൂന്നാം പ്രാവശ്യവും ഈ ക്രിസ്തീയ സഹോദരന്റെ കുടിലിന് ആ മന്ത്രവാദി തീ വെച്ചു. This time, wind was blowing. ഈ സമയത്ത് കാറ്റടിച്ചു. Guess what happened? സംഭവിച്ചതെന്തെന്നറിയാം. The fire went right into the witchcraft man, witch doctor's hut. That also started burning.
ഈ കുടിലിൽ കത്തിക്കൊണ്ടിരുന്ന തീ ആളിപ്പടർന്ന് ആ മന്ത്രവാദിയുടെ കുടിലിലേക്കും പടർന്ന് അതും കത്തുവാൻ തുടങ്ങി. You know what did the Christian do when ഈ he ക്രിസ്തീയ സഹോദരൻ ഇത് കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? He first went and put out the fire of that witchcraft man. അവൻ ഓടിച്ചെന്ന ആദ്യം ആ മന്ത്രവാദിയുടെ കുടിലിന്റെ തീ അണച്ചു. Then he rushed and put out the fire of his house. അതിനുശേഷം താൻ പെട്ടെന്ന് വന്ന അവന്റെ കുടിലിന്റെയും തീ അണച്ചു. This really broke the heart of the witch doctor. ഇതാ വാസ്തവത്തിൽ ആ മന്ത്രവാദിയുടെ ഹൃദയത്തെ തകർത്തു. I was trying to kill that man. ഞാൻ ആ മനുഷ്യനെ കൊല്ലുവാൻ ഇത്രയും കാലം I ശ്രമിച്ചുകൊണ്ടിരുന്നു. was trying to destroy his heart. അവന്റെ കുടിൽ പൂർണ്ണമായി നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. Now look what he has done. എന്നാൽ അവനിപ്പോൾ ചെയ്തത് എന്ത് എന്ന് നോക്കുക. He put out the fire of my house. എന്റെ കുടിലിന് പിടിച്ച തീ അവൻ ആദ്യം അണച്ചു. Then he put out the fire of his house. അതിനുശേഷമാണ് അവൻ തന്റെ കുടിലിന്റെ തീ അണച്ചത്. That changed the heart of the witchcraft man. ആ സംഭവം ആ മന്ത്രവാദിയുടെ ഹൃദയത്തിൽ മാറ്റമുളവാക്കി. That is the spirit of a true Christian. ഒരു സത്യ ക്രിസ്ത്യാനിയുടെ ആത്മാവ് അതാകുന്നു. I do not know about other believers. Generally, what will happen if a TPM believer will be in that state? മറ്റു വിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പൊതുവെ പറയട്ടെ, TPM വിശ്വാസികളിൽ ഒരാളാണ് ആ അവസ്ഥയിലായതെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? If I am wrong, correct me. ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. I think the believer will clap a hand and say, see the fire seeing the witchcraft man, God is righteous. Look, God is judging him. Let the house burn. Let him learn a lesson. ഞാൻ ചിന്തിക്കുന്നത് ഈ TPM വിശ്വാസി കൈയടിച്ച് സന്തോഷിച്ചുകൊണ്ട് പറയും, ദൈവം എത്രയോ നല്ലവൻ, നീതിമാൻ, നോക്കുക തീ പടർന്ന് അവന്റെ കുടിലും പിടിച്ചു, ദൈവം നീതിയോടെ വിധിച്ചിരിക്കുന്നു, അത് നന്നായി ആളിക്കത്തട്ടെ. Let him learn a lesson. Let him learn a lesson. അവനെ ദൈവം ഒരു പാഠം പഠിപ്പിക്കട്ടെ. If I am wrong, please correct me. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. If I am wrong, I will be very happy. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. But tonight, the Lord is looking for a person. എന്നാൽ ഇന്ന് രാത്രി ദൈവം ഒരു വ്യക്തിയെ നോക്കുന്നു. He is looking for an intercessor, and don't let God be surprised tonight. അതെ, പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നു. ആകയാൽ ദൈവം നമ്മെ നോക്കിക്കൊണ്ട് വീണ്ടും ആശ്ചര്യപ്പെടുവാൻ ഇടവരുത്തരുതേ. Will you put your spirit in the place of the altar of God and say, Lord, from tonight, I want to be an intercessor. ദൈവത്തിന്റെ യാഗപീഠത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ മനഃപൂർവ്വമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട്, കർത്താവേ, ഇന്നു മുതൽ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമോ? I want to pour out my heart in love, in prayer for my worst enemies. എന്റെ ഏറ്റവും മോശപ്പെട്ട ശത്രുവിന് വേണ്ടി എന്റെ ഹൃദയം, എന്റെ സ്നേഹം, എന്റെ പ്രാർത്ഥന അർപ്പിക്കുവാൻ ഞാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. Will you identify yourself with Jesus Christ, who was numbered with the transgressors and interceded for those transgressors or his enemies who crucified him? തന്നെ ക്രൂശിച്ചതായ ആ പാപികൾക്ക് വേണ്ടി, ആ അതിക്രമക്കാർക്ക് വേണ്ടി അവരിൽ ഒരുവനെ പോലെ എണ്ണപ്പെട്ടുകൊണ്ട് അവരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തവനായ ഈ യേശുവിനോട് കൂടെ നിന്നെയും നീ ചേർത്തിണയ്ക്കുവാൻ താൽപര്യപ്പെടുന്നുവോ? Look at the body of Christ tonight. ഇന്ന് രാത്രി യേശുവിന്റെ ശരീരത്തെ നീ നോക്കൂ. The lacerated, the crucified, the broken body of Christ. യേശുവിന്റെ തകർക്കപ്പെട്ട, മുറുങ്ങിയതായ, ക്രൂശിക്കപ്പെട്ട ആ ശരീരത്തെ ഒന്ന് നോക്കൂ. What does that broken body speak to you? ആ തകർക്കപ്പെട്ട ശരീരം നിന്നോട് പറയുന്നതെന്താ? I poured out my life for my worst enemies in intercession. ഞാൻ പക്ഷപാതം ചെയ്യുന്നതിൽ എന്റെ ഏറ്റവും കഠിനപ്പെട്ട ശത്രുക്കൾക്ക് വേണ്ടി പോലും എന്റെ പ്രാണനെ ഞാൻ ഒഴുക്കി. Look at my body. I paid the price for you. അതോ നിങ്ങളുടെ ശരീരത്തെ നോക്കൂ, ഞാൻ അവർക്ക് വേണ്ടി മറുവില കൊടുത്തു. I paid the price for you that you may be an intercessor. അതോ നീയും ഒരു പക്ഷപാതം ചെയ്യുന്ന വ്യക്തിയാകുവാൻ നിനക്ക് വേണ്ടി ഞാൻ മറുവില കൊടുത്തു. Thank
തൻ തിരുമേനി തകർന്നതിനാൽ തങ്കനിണം ചിന്തിയതിനാൽ തിരുമേനി തകർന്നതിനാൽ തങ്കനിണം ചിന്തിയതിനാൽ എല്ലാവരും ചേർന്ന് പാടുക. അതിനാൽ തകർന്നതിനാൽ തങ്കനിണം ചിന്തിയതിനാൽ നിന്റെ ദോഷിയകം കൊണ്ടനാക്കിടുവാൻ നിന്റെ ദോഷിയകം കൊണ്ടനാക്കിടുവാൻ. Tonight, before we go to the next item, may I challenge you? ഇന്ന് രാത്രി അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു വെല്ലുവിളി ഉയർത്തട്ടെ. Tonight, will you obey the Lord's voice? ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദത്തെ നിങ്ങൾ അനുസരിക്കുമോ? Lord, from tonight, I want to be an intercessor. Help me, Lord. കർത്താവേ, ഇന്ന് രാത്രി മുതൽക്ക് പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ. Lord, I confess that I did not pour out my heart in prayer for my enemies. കർത്താവേ, എന്റെ ശത്രുക്കൾക്ക് വേണ്ടി ഇതുവരെയും പ്രാർത്ഥനയിൽ എന്റെ ഹൃദയം ഞാൻ പകർന്നിട്ടില്ല എന്നത് ഞാൻ സമ്മതിച്ചേറ്റ് പറയുന്നു. Lord, you poured out your heart for the ones who crucified you and prayed, Father, forgive them, for they know not what they do. അതേ കർത്താവേ, നിന്നെ ക്രൂശിച്ച വ്യക്തികൾക്ക് വേണ്ടി നീ നിന്റെ പ്രാണനെ ഒഴുക്കി പക്ഷപാതം ചെയ്തുവല്ലോ. പിതാവേ, ഇവർ ചെയ്യുന്നതിനുള്ള അറിയാതെയുണ്ട്, ഇവരോട് ക്ഷമിക്കണമേ. All those who want to be an intercessor with Christ tonight, ഇന്ന് രാത്രി കർത്താവിനോടുകൂടെ അങ്ങനെ ഒരു പക്ഷപാതം ചെയ്യുന്ന വ്യക്തിയാകുവാൻ ആഗ്രഹിക്കുന്നവർ, close your eyes and raise both your hands and praise God. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഇരു കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the സ്തോത്രം, Lord. സ്തോത്രം, 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 Hallelujah. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Tonight, God wants an Elijah. ഇന്ന് രാത്രി ദൈവത്തിന് ഒരു ഏലിയാവിനെ ആവശ്യം. We need an Elijah now. ഇപ്പോൾ നമുക്ക് ഒരു ഏലിയാവിനെ വേണം. Why we need an Elijah? എന്തിന് നമുക്കൊരു ഏലിയാവിനെ ആവശ്യം? To bring down fire from heaven. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്നതിന്. And what we read in 1 Kings chapter 18 verse 24. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18:24 നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമാണെന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. And call ye on the name of your gods, and I will call on the name of the Lord, and the God that answereth by fire, let him be God. God that answereth by fire, let him be God. അതെ, തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവം ആരോ അവൻ തന്നെ ദൈവമായിരിക്കട്ടെ. I want to ask you tonight a question. ഇന്ന് രാത്രി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. How did Elijah know that fire is going to come down? ആ അഗ്നി ഇറങ്ങുവാൻ പോകുന്നു എന്ന് ഏലിയാവിന് എങ്ങനെ ബോധ്യപ്പെട്ടു? How did Elijah know that fire is going to come down? ഈ അഗ്നി ഇറങ്ങുവാൻ പോകുന്നുവെന്ന് ഏലിയാവ് എങ്ങനെ അറിഞ്ഞു? How did Elijah know that God that answereth by fire, let him be God? അത് തീ കൊണ്ട് ഉത്തരവുള്ള ദൈവം തന്നെ ദൈവമായിരിക്കട്ടെ എന്നത് ഏലിയാവ് എങ്ങനെ അറിഞ്ഞു? There was fire in his heart. അവന്റെ ഹൃദയത്തിൽ തന്നെ ഒരു തീ ഉണ്ടായിരുന്നു. There was already a fire burning in his heart. അവന്റെ ഉള്ളിൽ നേരത്തെ തന്നെ കത്തിക്കൊണ്ടിരുന്ന ഒരു തീ ഉണ്ട്. Word of God says his ministers are fire.
ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, അവന്റെ ശുശ്രൂഷകർ അഗ്നിജ്വാലയാകുന്നു. And the word of God says, fire shall try everything. തിരുവെഴുത്ത് പറയുന്നു, തീ സകലവും ശോധന കഴിക്കും. Word of God says, he shall baptize you with the Holy Spirit and fire. അവൻ നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. Word of God says, I have come to send fire. ഞാൻ തീ കത്തിക്കുവാനത്ര വന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. Word of God says, the word of the Lord that divided the flames of fire. അത് തിരുവെഴുത്ത് എന്നത് പറയുന്നതെന്നാൽ ദൈവത്തിന്റെ വചനം അത് തീ ജ്വാലയെ കെടുത്തുന്നതാകും. Word of God says, my heart was hot and fire burned in my heart. എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ഉള്ളിൽ തീ കത്തി എന്നത്ര ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്. Zion is fire and Jerusalem is his furnace. സിയോൻ തീയും യെരൂശലേം അതിന്റെ ജ്വാലയുമാകുന്നു. Zion is his furnace and Jerusalem is his fire. അതെ, സിയോൻ അതിന്റെ ജ്വാല, തീയും യെരൂശലേം അതിന്റെ ജ്വാലയുമാകുന്നു. Beloved ones, fire should burn in our hearts. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. We need an Elijah tonight. ഇന്ന് രാത്രി നമുക്കൊരു ഏലിയാവിനെ ആവശ്യം. The greatest need of the world today is a man of God on fire for God. അതെ, ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്തെന്നാൽ ദൈവത്തിനു വേണ്ടി അഗ്നിയായിരിക്കുന്ന ഒരു വ്യക്തി അത്രേ. The greatest need of the world today is a saint who is on fire for God. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്തെന്നാൽ ദൈവത്തിനു വേണ്ടി തീയായി എരിയുന്ന ഒരു വിശുദ്ധനത്രേ. Hallelujah! ഹല്ലേലൂയ! Oh, that fire should burn tonight. ആ അഗ്നി ഇന്ന് രാത്രി കത്തണം. That fire of God should fill our lives. അതെ, ആ ദൈവത്തിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തെ നിറയ്ക്കണം. There was a man of God in England called Smith Wigglesworth. Some of you might have read his books. Smith Wigglesworth. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്നൊരു വ്യക്തി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. He was a great man of God. താൻ ഒരു വലിയ ദൈവപുരുഷനായിരുന്നു. I understand when he went to Sri Lanka, Pastor Paul invited him and he stayed in our faith home. ഞാൻ മനസ്സിലാക്കിയത്, താൻ ശ്രീലങ്കയിൽ വന്ന കാലത്ത് പാസ്റ്റർ പോൾ തന്നെ ക്ഷണിച്ച് നമ്മുടെ വിശ്വാസ വീട്ടിൽ പാർപ്പിച്ചു. I understand Sister Dorothy Bray, who worked in the earlier days in our ministry in England, she had TB, and Smith Wigglesworth prayed and she got healed and came to this ministry. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഇംഗ്ലണ്ടിലെ ആരംഭകാല പ്രവർത്തകയായിരുന്ന സിസ്റ്റർ ഡോറത്തി, she had TB. തനിക്ക് ക്ഷയരോഗമുണ്ടായിരുന്നു. ഈ സ്മിത്ത് വേർഡ്സ്വർത്ത് വന്ന് പ്രാർത്ഥിച്ച് തനിക്ക് സൗഖ്യം കിട്ടിയാണ് കർത്താവിന്റെ വേലയ്ക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. He was a man of God. He was a man on fire for God. താൻ ദൈവത്തിനു വേണ്ടി എരിഞ്ഞു പ്രകാശിച്ച അഗ്നിയായ ഒരു മനുഷ്യനായിരുന്നു. One day he went to Ireland to conduct a meeting. ഒരു ദിവസം താൻ അയർലൻഡിൽ ഒരു യോഗം നടത്തുന്നതിനായി പോയി. Fire of the Holy Spirit swept through the meeting. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആ യോഗത്തിലുടനീളം ഒഴുകി. This is what the history it's written. I will read out this. താൻ തന്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതാണിത്. ഞാനത് വായിച്ചിട്ടുണ്ട്. In 10 minutes time, all the sinners in the meeting got saved. 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ യോഗത്തിൽ പങ്കെടുത്ത സകല പാപികളും രക്ഷിക്കപ്പെട്ടു. Within that 10 minutes time, as the fire of God swept through the meeting, all the sick people got healed. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിപ്പടർന്നതായ ആ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ യോഗത്തിൽ വന്നിരുന്ന സകല രോഗികളും സൗഖ്യമായി. Within that 10 minutes time, all the people who did not receive the Holy Spirit received the Holy Spirit. ആ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ അതുവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത സകല വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. Oh, that is the real sweeping of the power of the Holy Spirit. അതത്ര വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആളിപ്പടരുന്ന ശക്തി. We sing a chorus and 2 minutes we praise God and worship and speak in tongues. That is good. നാം ഒരു പല്ലവി പാടി അല്പസമയം സ്തോത്രം ചെയ്ത് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നു. അത് നല്ലത് തന്നെ. Beloved ones, that was not the first century Pentecostal fire. പ്രിയ ദൈവമക്കളെ, ആദ്യ നൂറ്റാണ്ടിലെ പെന്തക്കോസ്തിന്റെ അഗ്നി അതല്ല. Fire of the holy love of God should
burn and fill our hearts. ദൈവത്തിന്റെ ആ വിശുദ്ധിയുടെ സ്നേഹത്താലുള്ള അഗ്നി അവരുടെ ഹൃദയത്തിൽ ആളിപ്പടർന്ന ഒരു ജീവിതത്തെ മുഴുവനുമായി നിറച്ചു. I am glad most of our beloved children of God are getting filled in the Spirit and speaking in tongues. I am glad about it. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ ഭൂരിപക്ഷം പേരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിച്ച ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ കണ്ടു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. Beloved ones, that is not the original biblical scriptural experience. പ്രിയമുള്ളവരെ, വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള തിരുവെഴുത്തുകൾക്ക് ആധാരമായ യഥാർത്ഥ അനുഭവം, ആരംഭ അനുഭവം അതല്ല. The fire of God, like Elijah, it should burn in our hearts. എലിയാവിനെ പോലെ ആ സ്വർഗത്തിലെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി അത് നമ്മുടെ ഹൃദയത്തിൽ കത്തണം. Suppose you take a bucket of water in the kitchen, in the oven, the fire is burning. When you throw that water, you can put out the fire. നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളവും എടുത്തുകൊണ്ട് ചെല്ലുന്നു, അടുക്കളയിൽ അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ആ അടുപ്പിലേക്ക് ഈ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് നിങ്ങൾക്കൊരുപക്ഷെ ആ തീ അണയ്ക്കാൻ കഴിഞ്ഞേക്കാം, ഒരുപക്ഷെ അല്ല, you can അണയ്ക്കുവാൻ സാധിക്കും. But if you got a fire of fiery furnace, എന്നാൽ ആളിക്കത്തുന്ന ഒരു ചൂളയിൽ you throw that same bucket of water, അതേ ബക്കറ്റ് വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു നോക്കൂ. you know what will happen to the water? ആ വെള്ളത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? Do you know what will happen to the water? ആ വെള്ളത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാമോ? It will not quench the fire. ആ വെള്ളം ആ തീയെ കെടുത്തുകയില്ല. Water immediately will become a flame of fire and will be burning. പെട്ടെന്ന് ആ വെള്ളം തീജ്വാലയായി മാറി ആളിപ്പടർന്നു കത്തും. That is what Song of Solomon says, many waters cannot quench love. അതത്രേ ഉത്തമ ഗീതത്തിൽ പറയുന്നത്, ഏറിയ വെള്ളങ്ങൾ ഈ സ്നേഹത്തെ പ്രേമത്തെ കെടുപ്പാൻ പോരാ. Oh, this fiery love, no waters can quench, beloved ones. ഈ അഗ്നിസമാനമായ സ്നേഹം പ്രിയമുള്ളവരെ, ഏറിയ വെള്ളങ്ങൾക്കത് കെടുത്തുവാൻ കഴിയുന്നതല്ല. Trials may come like buckets of water, തൊട്ടിക്കിടക്കുന്ന വെള്ളം പോലെ പരീക്ഷകൾ വന്നേക്കാം. but when God's love is burning like a fiery furnace, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ആളിപ്പടരുന്ന ഒരു ചൂള പോലെ നിങ്ങൾ കത്തുന്നുവെങ്കിൽ, how many buckets of water pour? Not much. It will be burning into flames of fire. എത്രയധികം വെള്ളം അതിലേക്ക് ഒഴിക്കപ്പെടുമോ അത്രയധികം അത് ആളിപ്പടരുന്ന തീജ്വാലയായി മാറും. Tonight, you and I need the fiery furnace burning with the love of God. ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ദൈവ സ്നേഹത്തിന്റെ ആ ആളിപ്പടർന്നു കത്തുന്ന ദൈവ സ്നേഹത്തിന്റെ ചൂളയാത്ര ആവശ്യമായിരിക്കുന്നത്. Great fiery flame fill tonight of this whole place. അത് ഇന്ന് രാത്രി ആ അഗ്നിയുടെ ആ തീജ്വാലയുടെ പ്രകാശനം ഈ മൈതാനത്തിൽ മുഴുവൻ പടർന്നു കത്തട്ടെ. In 2 minutes time, all the sick can be healed by the fire of God. ചില മിനിറ്റുകൾക്കുള്ളിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തിന്റെ അഗ്നിയാൽ സകല രോഗികളും സൗഖ്യമാകട്ടെ, സകല ബലഹീനതകളും നീങ്ങിപ്പോകട്ടെ. Sinners can be saved by the love of Calvary. ആ കാൽവരി സ്നേഹത്തെ സകല കാമികളും രക്ഷിക്കപ്പെടട്ടെ. Can receive the fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ എല്ലാവർക്കും പ്രാപിപ്പാൻ കഴിയും. Tonight the love of God come like a fiery furnace. ഇന്ന് രാത്രി ആളിക്കത്തുന്ന ചൂടുപോലെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ മുന്നിൽ വരട്ടെ. Oh, the fire of God's love is here. ദൈവ സ്നേഹത്തിന്റെ അഗ്നി ഇവിടെ ഉണ്ട്. The fire of God's love is here. ദൈവ സ്നേഹത്തിന്റെ അഗ്നി ഇവിടെ ഉണ്ട്. The fire of God's love is here. ദൈവ സ്നേഹത്തിന്റെ അഗ്നി ഇവിടെ ഉണ്ട്. Come on. Tonight God is calling you. അത് നിങ്ങളെ ദൈവം വിളിക്കുന്നു. ഇന്ന് രാത്രി അവൻ വിളിക്കുന്നു. The power of God is falling. The power of God is falling. അത് The power. ദൈവശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Oh, tonight open your heart. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം തുറക്കൂ. You are that man. നീ അത്ര ആ പുരുഷൻ. You are that man. അത് നീ അത്ര ആ വ്യക്തി. You are that man. നീ അത്ര ആ വ്യക്തി. You are that man. നീ അത്ര ആ വ്യക്തി. You are that man. അത് നീ അത്ര ആ വ്യക്തി. നീ അത്ര ആ വ്യക്തി. Hallelujah. 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 Hallelujah.
ഇന്ന് രാത്രി ദൈവം നിന്ന് ഒരു വിശുദ്ധ അഗ്നിയാക്കിക്കൊണ്ടിരിക്കുന്നു. Tonight, God is making you a holy fire. ഇന്ന് ഒരു വിശുദ്ധ അഗ്നിയാക്കി ഇന്ന് രാത്രി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. The devil cannot touch you. If the devil will touch, he will be burned. പിശാചിനെ നിന്നെ തൊടുവാൻ കഴിയുന്നതല്ല. പിശാചിനെ തൊട്ടാൽ അവൻ കത്തിപ്പോകും. Tonight, let us close by challenging the devil tonight. ഇന്ന് രാത്രി പിശാചിനെ വെല്ലുവിളിച്ചും കൊണ്ട് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. Who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാ? Shall tribulation or distress or persecution or famine or nakedness or peril or sword? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? Nay, in all these things we are more than conquerors through him that loved us. അത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. For I am persuaded that neither death, nor life, nor angels, nor principalities, nor powers, nor things present, nor things to come, nor height or depth, nor any other creature shall be able to separate us from the love of Christ, which is in Christ Jesus our Lord. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാത്സകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലോ ആഴത്തിലോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. It is time for us to close the meeting. നാം യോഗം അവസാനിപ്പിക്കേണ്ടുന്ന We സമയമായിരിക്കും. all want to stand up tonight. നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. Again I ask those who are outside, as much as possible, come closer inside. വീണ്ടും പുറത്തു നിൽക്കുന്നവരോട് ഞാൻ ആവശ്യപ്പെടുന്നു, കഴിയുന്നിടത്തോളം ഈ ഹാളിനകത്തേക്ക് തന്നെ നിങ്ങളാളോളം മുമ്പോട്ട് വന്നിരിക്കുക. The love of God is going to give you a new fire, a new love, a new vision. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് ഒരു പുതിയ അഗ്നി, ഒരു പുതിയ സ്നേഹം, ഒരു പുതിയ ദർശനം തരുവാൻ പോവുകയാണ്. Perhaps you may receive the fire of God as never before. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം ദൈവത്തിന്റെ അഗ്നി നിങ്ങൾ അനുഭവിച്ചിരിക്കാം. You may be a dead, cold Christian. Come inside. നീ ഒരുപക്ഷെ നിർജീവനായ തണുത്ത ഒരു ക്രിസ്ത്യാനിയായിരിക്കാം. അകത്തേക്ക് വരൂ. The Lord's love is able to flood your heart. അതേ നിന്റെ ഹൃദയത്തെ വീണ്ടും പുതുപ്പിക്കുവാൻ, നിറഞ്ഞു കവിയുമാറാക്കുവാൻ ദൈവത്തിന്റെ സ്നേഹത്തിന് കഴിയും. God's love can send you. ദൈവത്തിന്റെ സ്നേഹത്തിന് നിന്നെ മാറ്റുവാൻ കഴിയും. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുള്ളേ തൻ സ്നേഹമാധുര്യോ അവർണ്ണനീയമേ, തൻ സ്നേഹമാധുര്യോ അവർണ്ണനീയമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുള്ളേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുള്ളേ തൻ സ്നേഹമാധുര്യോ അവർണ്ണനീയമേ. Jesus graciously visited us and filled with the heavenly fire. For that we will praise God. ഇന്ന് രാത്രി നമ്മുടെ കർത്താവായ യേശു തന്റെ മഹാകൃപയാൽ നമ്മെ സന്ദർശിച്ച സ്വർഗീയ അഗ്നിയാൽ നമ്മെ നിറച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. Some outside people will have a question. പുറത്തുള്ളവരായ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം. In our nominal churches, we don't make all this noise the Pentecostal people make. ഞങ്ങളുടെ സഭകളിൽ, ദേവാലയങ്ങളിൽ ഈ പെന്തക്കോസ്തുകാരെ പോലെ ഞങ്ങൾ ഇങ്ങനെ ഉച്ചത്തിൽ ശബ്ദവും ബഹളവും ഉണ്ടാക്കാറില്ല. Pentecostal people shout and jump and we don't do all these things. Everything in our church
In our nominal churches, everything is quiet and orderly. പെന്തക്കോസ്തുകാർ അവർ നൃത്തം ചെയ്യുന്നു, ചാടുന്നു, ബഹളം വയ്ക്കുന്നു, അട്ടഹാസം ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ നാമധേയ സഭയിൽ, ദേവാലയത്തിൽ ഈ പറയപ്പെടുന്നത് ഒന്നുമില്ല. എത്ര ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ആരാധന. Everything is very orderly. എല്ലാം വളരെ ക്രമീകൃതമായി. I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, go to the nearest cemetery. അതിന് ഏറ്റവും അടുത്തുള്ള സെമിത്തേരിയിൽ ചെന്ന് നോക്കൂ. Everyone is very quiet there. എല്ലാവരും അവിടെ വളരെ നിശബ്ദരാണ്. They don't jump or move or do anything. അവർ ചാടുകയോ നൃത്തം ചെയ്യുകയോ ഒന്നുമില്ല. Why they don't do that? എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല? Come on, tell me why they don't shout or make a noise. പറയൂ, എന്തുകൊണ്ട് അവരങ്ങനെ ശബ്ദമുണ്ടാക്കുന്നില്ലെന്ന് ആർക്ക് പറയാം? They are dead. അവർ മരിച്ചവർ. They are dead. അവർ മരിച്ചവർ. They are dead. അവർ മരിച്ചവർ. We shout, jump and dance because Jesus gave us life. Once we were dead, but God made us alive. ഒരിക്കൽ നാം മരിച്ചവരായിരുന്നു, എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ജീവൻ തന്നു. ഇന്ന് നാം ജീവനുള്ളവരാണ്. അതുകൊണ്ട് നാം ചാടുന്നു, നൃത്തം ചെയ്യുന്നു, ശബ്ദമുണ്ടാക്കുന്നു. കർത്താവേ, സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, കരുണയോടുകൂടെ നീ ഞങ്ങളെ വന്ന് ഇന്ന് രാത്രി സന്ദർശിച്ചു. ഞങ്ങൾക്കിതിനൊന്നും യോഗ്യതയുള്ളവരല്ല കർത്താവേ. നിന്റെ കരുണയൊന്നു മാത്രം. ഞങ്ങൾ പാപത്തിലൊരിക്കൽ മരിച്ചവരായിരുന്നു, ലാസറിനെ പോലെ നാറ്റം വെച്ചവരായിരുന്നു. നീ ഞങ്ങളെ ജീവിപ്പിച്ചു. ലാസറേ, പുറത്തു വരിക എന്ന് നീ അരുളി ചെയ്തു. ഞങ്ങളുടെ ചത്ത, നാറിയ, നാറ്റം വെച്ച ജീവിതത്തെ നീ മാറ്റി നിന്റെ സുഗന്ധത്താൽ, നിന്റെ കൃപയാൽ, നിന്റെ സ്നേഹത്താൽ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ്, നിന്റെ ആത്മാവിൽ നിറഞ്ഞ്, നിന്റെ തേജസ്സിന്മേൽ തേജസ്സിൽ പ്രാപിച്ച് സിയോനിലും യെരൂശലേമിലും കാണപ്പെടുവാൻ സഹായിക്കും. ഏലിയാവിന്റെ ദൈവം ഇന്ന് നീ തീ അയച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ അശുദ്ധിയെല്ലാം നശിപ്പിച്ച് ജയം തന്നതിനായി, ബലം തന്നതിനായി, സൗഖ്യം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. Lord, we praise and thank thee for the holy fire from heaven. Hallelujah. Thank you for touching us, O God, with thy love, with thy fire, with thy power. Lord, thank you for that fire to continue burning, Lord, here in this church and in all the other churches round about, O God. Every soul here tonight, O God, to be a flame of fire to shine for your glory. We'll give you all the praise in Jesus' name. Now, Father God, go with your people in the grace of Jesus Christ, the love of the Father, and the fellowship of the Holy Spirit, in Jesus' precious name. Hallelujah! Hallelujah!